ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കുന്നത് ഒരു ഗ്ലാസ് ചൂട് ചായയും അതുപോലെ തന്നെ രണ്ട് വെള്ളയപ്പവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു സെമി ഗ്രേവിയിലായിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ രണ്ട് വെള്ളയപ്പം, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് നല്ല ചൂട് ചായയും കൂട്ടി ഊതി കഴിക്കാൻ പോവാണ്. നല്ല ചൂട് ചായയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പവും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ ഇന്ന് എനിക്കൊരു കമൻറ്റ് വന്നതാണ്. സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് സ്വന്തമായിട്ട് എന്താ പറയുക പുകഴ്ത്തി പറയുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയുവാണ്. ഞാൻ എന്താ പറയുക എൻ്റെ വീഡിയോസിൽ പറയുന്നതാണ്, ഞാൻ കുക്കിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുന്ന ഒരാളുമാണ്. എൻ്റെ ഫുഡെന്ന് പറയുന്നത് അത്രയും ടേസ്റ്റോട് കൂടി അത്രയും എന്താ പറയുക എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളുമാണ്. പിന്നെ ഞാൻ പറയാം, പലർക്കും പല പല ഒപ്പീനിയൻസ് ആയിരിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എന്താ പറയുക എനിക്ക് ഇഷ്ടപ്പെട്ട രുചിയിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്ക് ഏറ്റവും നന്നായിട്ട് എൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഫുഡ് റെഡിയാക്കി തരുന്നത് എൻ്റെ അമ്മച്ചിയാണ്. അത് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഏറ്റവും നന്നായിട്ട് എൻ്റെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ച് ഫുഡ് റെഡിയാക്കുന്നത് എനിക്ക് വേണ്ടി ഞാനാണ്. അപ്പോൾ എൻ്റെ ഫുഡ്, ഞാൻ കുക്ക് ചെയ്യുന്ന എൻ്റെ ഫുഡ് പുകഴ്ത്തി പറയാനായിട്ട് എനിക്കൊരു മടിയുമില്ല. അപ്പോൾ ഞാൻ അത്രയും പുകഴ്ത്തുന്നത് എൻ്റെ ഫുഡ്, എൻ്റെ കുക്കിംഗ് എനിക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ വെറുതെ പുകഴ്ത്തുന്നതല്ല. എൻ്റെ ഫുഡ് ഞാൻ അത്രയും എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്നാക്സായിട്ട് കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ തന്നെ കുറച്ച് അച്ചപ്പമൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് എന്താ പറയുക ചെറിയ 1-2 പീസ് ഏത്തപ്പഴം കഴിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കയറുകയാണ്. അപ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം എന്താ പറയുക കുറച്ച് തേങ്ങാ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം എന്താ പറയുക കുറച്ച് തൈര് മുളക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടം. ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് ലഞ്ചാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഡിന്നറും കാര്യങ്ങളുമൊക്കെ നമുക്ക് പുറത്താണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള തട്ടിക്കൂട്ട് ലഞ്ചാണ്. അപ്പോൾ ഞാൻ കുറച്ച് വൻപയർ എടുത്ത് ഒരു 2-3 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം അത് പാനിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു പിടി തേങ്ങ എടുത്ത് അത് തേങ്ങ ഒതുക്കി അതിലേക്ക് ചേർക്കാനാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൻപയർ തോരനാണ്. അപ്പോൾ ചോറിന് നമ്മുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ വൻപയർ തോരൻ എന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് കമൻ്റ് ഇട്ടപ്പോൾ അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഇട്ടത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണേലും ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ടേസ്റ്റിയാണ്. കാരണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താ പറയുക മറ്റാരുണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് ഏറ്റവും ഇഷ്ടമായിരിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടിയിട്ട് അതുപോലെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് അത് എത്രത്തോളം പുകഴ്ത്തി പറയാനും ഒരു മടിയും എനിക്കില്ല. അപ്പോൾ ആ കമൻ്റ് ഇട്ട ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഫുഡ് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് സ്വന്തമായിട്ട് പുകഴ്ത്തി സ്വന്തമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. ഓക്കെ. ഞാൻ മാത്രമല്ല, എൻ്റെ ഫുഡിന് മറ്റുള്ളവരും അത്യാവശ്യം നല്ല അഭിപ്രായം പറയാറുണ്ട്. എൻ്റെ വീട്ടിലുള്ളവർക്കും കൂട്ടത്തിലുള്ള എല്ലാവർക്കും എൻ്റെ ഫുഡ് അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. ഓക്കെ. അതുകൊണ്ട് സ്വന്തമായിട്ട് പുകഴ്ത്തി പറയാമെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ചമ്മലോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഫുഡ് കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് പുകഴ്ത്തി പറയാൻ കുറച്ചും വലിയ മടിയുമില്ല. അപ്പോൾ ഓക്കെ. അതിനുശേഷം നമ്മൾ നാരങ്ങാ വെള്ളം എന്താ പറയുക കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ എന്താ പറയുക ഇക്കാക്ക് ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ലൈം ജ്യൂസ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളം ഇക്കാക്കും കൊടുത്തു.
അതുപോലെ തന്നെ നമ്മളും ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം, ഞാനും ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം കുടിച്ചു. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, കുക്കിങ്ങിലേക്ക്, കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ട് വൻപയർ തോരനാണ്. അപ്പം വൻപയർ തോരൻ്റെ തേങ്ങയുടെ അരപ്പിലേക്ക് ഞാൻ ചേർത്തത് എന്താണ്, ഒരു പിടി തേങ്ങയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഉള്ളി അല്ലെങ്കിൽ സവോള നമ്മുടെ ഇഷ്ടത്തിന്, പിന്നെ പച്ചമുളക് ഒരു 4-5 ചേർത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു 2 അല്ലി വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ട് ആ അരപ്പെന്ന് പറയുന്നത് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്ന ഒരു നൊസ്റ്റാൾജിയ നൽകുന്ന ഒരു കറിയാണ്. കാര്യം എന്താ വെച്ചാൽ പണ്ടൊക്കെ നമ്മുടെ സ്കൂളിലെ ലഞ്ച് ബോക്സിലാണെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും എന്നും ഉണ്ടായിരുന്ന ഒരു കറിയാണ് വൻപയർ തോരൻ എന്നൊക്കെ പറയുന്നത്. ഇന്ന് ഇതൊക്കെ എന്താ പറയുക, വെക്കൽ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഞാനും ഇതൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതാ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട പൊരിച്ചു. ഞാൻ ഓരോരോ മുട്ട പൊരിച്ചുകൊണ്ട് നിന്നില്ല, ഒരു 3 മുട്ട എടുത്ത് ഒരുമിച്ച് അങ്ങ് പൊട്ടിച്ച് ഒഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഓരോ പീസാക്കി അങ്ങ് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ്, പ്രിപ്പയർ ചെയ്ത ഐറ്റംസൊക്കെ നമ്മൾ ടേബിളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ തോരൻ. പിന്നെ അതാ ഇക്കാക്ക് എന്താ പറയുക, ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ഞാൻ ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ ഒരു ഫേവറേറ്റ് കോംബോയാണ്. രാവിലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ തേങ്ങാ ചമ്മന്തി, പിന്നെ പപ്പടം പൊരിച്ചത്, പിന്നെ അച്ചാർ, ചമ്മന്തിപ്പൊടി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഇക്കാക്ക് ഈ കട്ടത്തൈരുണ്ടല്ലോ, ചോറിന് കട്ടത്തൈരും ചിക്കൻ കറിയും മുട്ട പൊരിച്ചതും വൻപയർ തോരനും അതുപോലെ തന്നെ എന്താ പറയുക തേങ്ങാ ചമ്മന്തി, ഈ ഒരു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇക്കാടെ കുറച്ച് ഫേവറേറ്റ് കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കോമ്പിനേഷൻസാണ്. അപ്പം എന്താ പറയുക, എന്ന് വെച്ചാൽ ക്യാബേജ് തോരനും മുട്ട പൊരിച്ചതും പരിപ്പ് കറിയും, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ഫേവറേറ്റ് കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിൽ നമുക്കത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാ മക്കൾക്കും ഇക്കാക്കും ഉള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിതാ എനിക്ക് വേണ്ടിയിട്ട് ഒരു പിടി ചോറ് വിളമ്പാണ്. അപ്പോൾ ഇതാ പ്ലേറ്റിലേക്ക് ഒരു പിടി ചൂട് ചോറ് വിളമ്പി അതിലേക്ക് കുറച്ച് കൂടുതൽ വൻപയർ തോരൻ, പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി, പിന്നെ എന്താ ചിക്കൻ കറി, ഒരു ചെറിയ പീസ് ചിക്കൻ എടുത്തു, പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേവി ഒഴിച്ചു, പിന്നെ കുറച്ച് കട്ടത്തൈര്. ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചമ്മന്തിപ്പൊടി എടുത്തിട്ട് തിരിച്ചു വെച്ചു. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തേങ്ങാ ചമ്മന്തിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ചമ്മന്തിപ്പൊടി പിന്നെ ഇന്ന് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇതാ ഒരു വലിയ തൈര് മുളക് പൊരിച്ചത്, പിന്നെ ഒരു പപ്പടം പൊരിച്ചത്, പിന്നെ കുറച്ച് മാങ്ങ അച്ചാർ, പിന്നെ എന്താ മുട്ട പൊരിച്ചത്. അപ്പോൾ അതാ മുട്ട പൊരിച്ചതിൽ കുറച്ച് കൂടുതൽ സവോള ഇട്ടിട്ടുണ്ട്. എനിക്ക് മുട്ടയുടെ ഇടയിൽ ഉള്ളി അല്ലെങ്കിൽ സവോള കൂടുതൽ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു സിമ്പിളായിട്ടുള്ള കേരള സ്റ്റൈൽ തനി നാടൻ ഉച്ച ഊണ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇക്കാട മാത്രമല്ല എൻ്റെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ചിക്കൻ കറിയും മുട്ട പൊരിച്ചതും വൻപയർ തോരനും തേങ്ങാ ചമ്മന്തിയും പപ്പടം. ഈ ഒരു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ ലഞ്ചിനൊക്കെ ഏതൊരു റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിച്ചാലും നമുക്ക് ഇഷ്ടപ്പെട്ട 1-2 കറികളുണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരു റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ കുറച്ച് കറികളൊക്കെ അവിടുത്തെ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടാവാം, എന്നാൽ കുറച്ചെന്ന് പറയുന്നത് നമ്മൾ മാറ്റി വെക്കുന്നതുണ്ടാവാം. പക്ഷേ വീടുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ട് ഫുഡ്, നമ്മുടെ എന്താ പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കോംബോ നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് എന്താ പറയുക സാറ്റർഡേയിൽ ഞാൻ വിചാരിച്ചായിരുന്നു ലഞ്ചിനൊരു പൊതിച്ചോറ് കെട്ടാമെന്ന്. പക്ഷേ ഇക്ക കുറച്ച് ബിസിയായി, ലഞ്ച് സമയത്ത് പുറത്ത് പോകേണ്ടി വന്ന്. അപ്പോൾ ഇക്കാക്ക് ഇന്ന് ലഞ്ച് പുറത്തുനിന്നാണ്. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുകയായിരുന്നു എനിക്ക് പൊതിച്ചോറ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കടയിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കറികളായിരുന്നു അതിൻ്റെ കറികളായിട്ട്. പൊതിച്ചോറ് എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു കട്ട ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഒരു 2 മീൻ പൊരിച്ചതും വൻപയർ തോരനും ഒക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു പൊതിച്ചോറ് കെട്ടുകയാണെങ്കിൽ അത് നമുക്ക്
ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. എന്താ പറയുക, പൊതിച്ചോറാണെങ്കിലും നമുക്ക് പൊതിച്ചോറ് ഇപ്പോൾ ആരെങ്കിലും റെഡിയാക്കി തരുവാണെങ്കിലും അത് അവരുടെ എന്താ പറയുക ഫേവറേറ്റ് കോമ്പിനേഷൻസൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് പൊതിച്ചോറ് കെട്ടിത്തരുന്നത്. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ കെട്ടുമ്പോഴത്തേനാണ് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്കല്ലേ അറിയത്തുള്ളൂ. ഓരോ വീടുകളിലും കോമ്പോസ് പലതായിരിക്കാം. എൻ്റെ വീട്ടിലൊക്കെ പൊതിച്ചോറ് കെട്ടുമ്പോൾ മസ്റ്റാണ് വഴുതനങ്ങ പൊരിച്ചത്, ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്തത്. അപ്പോൾ ആ ഒരു എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ പൊരിച്ചത്, മുട്ട പൊരിച്ചത്, ഒരു തേങ്ങാ ചമ്മന്തി എന്താ പറയുക ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഇക്കായ്ക്ക് പൊതിച്ചോറ് കിട്ടുമ്പോൾ അതല്ല. ഇക്കാക്കെന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് കോമ്പിനേഷൻസാണ് ഇക്കാക്ക് പൊതിച്ചോറിന് വേണ്ടിയിട്ട്. എന്താ പറയുക, ഓരോ വീടുകളിലും ഓരോരോ കംഫർട്ടായിട്ടുള്ള ഓരോരോ ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷൻസാണ് ഓരോരുത്തർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ പൊതിച്ചോറ് വാങ്ങിക്കുമ്പോഴത്തേനും നമുക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, 2-3 ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം കുട്ടികളെയും റെഡിയാക്കി ഞങ്ങളെല്ലാവരും കൂടി ഈവനിങ് ആയി, ഒരു 5:30, 6 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്ത് പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. ഒരു എന്താ പറയുക, കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. 6:30, 7ൻ്റെ അടുത്ത് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം എന്താണേലും ഈ ഒരു ടൈമിൽ നല്ല ഹെവി ആയിട്ട് ലഞ്ചൊക്കെ കഴിച്ചതുകൊണ്ട് എന്താ പറയുക, ഒരു മയക്കമൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയായി വന്നപ്പോഴത്തേനും കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ സീസേഴ്സ് എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വർസാൻ, നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചെറിയൊരു മാള്, ആ മാളിലാണ് നമ്മൾ ഇന്ന് ചായ കുടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സീസേഴ്സ് ഇന്ന് ചായ കുടിക്കാനായിട്ട് സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്ന് കഴിക്കാൻ തോന്നിയത് അവിടെ ഇരിക്കുന്ന ഈ ഒരു എന്താ പറയുക റൗണ്ട് ഷേപ്പിനിരിക്കുന്ന ആ ഒരു അതെന്ന് പറയുന്നത് മിനി ചീസ് ബണ്ണാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അവിടെ മിനി ചീസ് പിസ്സയും ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കിന്ന് അത് ചായയും കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞങ്ങളിന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ ഞാൻ കഴിക്കാൻ ആഗ്രഹിച്ചു വന്ന ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. എന്താ, മിനി ചീസ് പിസ്സയും അതുപോലെ തന്നെ മിനി ചീസ് ബണ്ണും. അപ്പം ഇത് അവർ ഓവനിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചീസ് എനിക്ക് പല പ്രാവശ്യം അബദ്ധം പറ്റി, ഇന്നലെ അബദ്ധം പറ്റി. ഞാൻ പെട്ടെന്ന് അതെടുത്ത് കഴിച്ചപ്പോഴത്തേനും എന്താ പറയുക, നമ്മുടെ പുറത്തെ ബണ്ണിനെക്കായാലും ഭയങ്കര ചൂടാണ് ഉള്ളിൽ ആ ഫ്ലോ ചെയ്ത് വരുന്ന ആ ഒരു ചീസെന്ന് പറയുന്നത്. അപ്പോൾ ആ ചീസ് ജസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ നാക്കൊന്ന് പൊള്ളി. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഉള്ളിലെ ബണ്ണിനെക്കായാലും വളരെ ചൂടാണ് ചീസ്. അപ്പം അത് ഒന്ന് സൂക്ഷിച്ച് കഴിക്കേണ്ടതായിരുന്നു. അങ്ങനെ അപ്പം ഞാനൊരു ചീസ് ലവറാണ്, ഞാനൊരു ബട്ടർ ലവറാണ്. അപ്പോൾ എനിക്ക് സ്വീറ്റിനെക്കായാലും ഈ സ്വീറ്റായിട്ടുള്ള ഐറ്റംസിനെയൊക്കെ കായാലും എനിക്ക് ക്രീം ബണ്ണിനെയൊക്കെ കായാലും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചീസ് ബണ്ണ്, അല്ലെങ്കിൽ ബട്ടർ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐറ്റംസ്, ചീസ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐറ്റംസ്. പിന്നെ പിസ്സ എന്ന് പറയുമ്പോഴത്തേന് ഇക്കായും മക്കളും ഒക്കെ ചിക്കൻ പിസ്സയാണ് കഴിച്ചത്. എനിക്കെന്തോ ചിക്കൻ പിസ്സ കഴിക്കാൻ തോന്നിയില്ല. ഇതെന്ന് പറയുന്നത് മിനി ചീസ് പിസ്സയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ചീസ് ലവർ ആയതുകൊണ്ട് തന്നെ, ഒരു ബട്ടർ ലവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറോട് കൂടിയിട്ട് കഴിക്കാനാണ് തോന്നിയത്. നോൺ വെജ് ഐറ്റംസ് അധികം കഴിക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ മക്കൾ ചിക്കൻ ലോലിപോപ്പ് വാങ്ങിയിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അത് എടുത്ത ഉടനെ ഞാൻ തിരിച്ചു കൊടുത്തു. കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് എന്താ പറയുക കോഫി കുടിക്കാൻ വന്നത് ഈ 2 ഐറ്റംസും കൂട്ടി കഴിക്കാനാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ക്യാപ്പിച്ചിനോ ആണ്. ഇക്ക നല്ല അടിപൊളി ഒരു കോഫി ഓർഡർ ചെയ്തു. ഞാനിതാണ് കുടിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ എൻജോയ് ചെയ്ത് നമ്മുടെ ഈവനിങ് കോഫി ആൻഡ് ടീ ടൈം നമ്മൾ എൻജോയ് ചെയ്യുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോഫിയായിരുന്നു, ക്യാപ്പിച്ചിനോ ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ചീസി ആയിട്ടുള്ള ആ ഒരു സ്നാക്കും കൂടി കൂട്ടി കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ജസ്റ്റ് ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ ആ ചീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ആ ഒരു ബണ്ണിനെന്ന് പറയുന്ന ഒരു മൈൽഡ് സ്വീറ്റ്നെസ് ഉണ്ട്.
ഒരു ചെറിയ ബണ്ണിന് ഉള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണാണ്. അപ്പം ആ ബണ്ണ് മാത്രമായിട്ട് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളിൽ ആ ഒരു ചീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും അത് എക്സ്ട്രാ ടേസ്റ്റിയാണ്. അപ്പോൾ അതാ നല്ല ചൂട് ക്യാപിച്ചിനോയും അതുപോലെ തന്നെ മിനി ചീസ് പിസ്സയും അതുപോലെ തന്നെ മിനി ചീസ് ബണ്ണും ഒക്കെ ചേർത്തിട്ട് വൈകുന്നേരത്തെ ടീ ആൻഡ് സ്നാക്ക് ടൈം നമ്മൾ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ ചിക്കൻ ലോലിപോപ്പ്. ഇതെന്ന് പറയുന്നത് ഈ ചിക്കൻ ലോലിപോപ്പ് എന്ന് പറയുമ്പോഴത്തേനും അതിലൊരു സ്പെഷ്യൽ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്പാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ചീസ് അവർ തന്നിരുന്നു. അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് മക്കൾ കഴിച്ചത്. ഇത് കണ്ടോ, ചീസെന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചൂട് പോയി, അവർ ചൂടോടെ തന്നപ്പോഴത്തേനും ആ ചീസ് അങ്ങ് ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ചൂട് മാറി. പിന്നെ ഇതെന്ന് പറയുന്നത് കണ്ടോ, സീസേഴ്സ് എന്ന് പറയുന്ന കോഫി ഷോപ്പിലാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. നമ്മളിടയ്ക്ക് കുടിക്കാനായിട്ട് ഇന്നെന്തോ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഇത് ഓർഡർ ചെയ്തതേ ഉള്ളൂ. ഇവിടുത്തെ ടീയും നല്ലതാണ്, ഇവിടുത്തെ കോഫിയും നല്ലതാണ്. മെയിനായിട്ട് വരുന്നത് ടീയും കോഫിയൊന്നും കുടിക്കാൻ വേണ്ടിയിട്ടല്ല, അവിടുത്തെ ആ ഒരു ചീസ് റെസിപ്പീസ്, ആ ചീസ് സ്നാക്സ് ഉണ്ടല്ലോ, അത് കഴിക്കാനായിട്ട് മെയിനായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാ സൈറും വളരെ എൻജോയ് ചെയ്ത് അവളുടെ സ്നാക്സ് കഴിക്കുകയാണ്. സാറായും എന്തോ പിസ്സയും അതുപോലെ തന്നെ ഈ ചിക്കൻ ലോലിപോപ്പും ഒക്കെ കഴിക്കുകയാണ്. അപ്പോൾ കുട്ടികളും പുറത്തേക്കൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് പിള്ളേരും വളരെ ഹാപ്പി ആയിട്ട്, അപ്പോൾ സൈറൂന് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൾ കൈകൊണ്ടൊക്കെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ചായയും കാര്യങ്ങളുമൊക്കെ കുടിക്കുകയാണ്, ഓരോന്നോരോന്നായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ പയ്യെ കുടിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസമാണെങ്കിൽ ഇക്കാക്ക് ഓഫീസോ മക്കൾക്ക് സ്കൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ നമുക്ക് ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാ നമ്മൾ ചായ കുടി പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇനി നമുക്ക് ഉള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഇക്കാടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളെ അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വേറെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ സാറയുടെ സ്കൂളെന്ന് പറയുന്നത് സാറ നിംസ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിലാണ് പഠിക്കുന്നത്, ദുബായിൽ ഗറൂദിൽ. അപ്പോൾ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഫ്രണ്ടിൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി എത്തി. അപ്പം വാട്ട് ഈറ്റിൻ്റെ ഡേ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഞാൻ ഫുഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ ഫുഡും കാര്യങ്ങളും വളരെ ടേസ്റ്റി ആയിട്ട് കുറേ ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു തരം കൽത്തപ്പം. കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് സ്പെഷ്യൽ ഐറ്റംസാണ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത്. എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പ്രോൺസ് മാംഗോ കറി, പിന്നെ കോഴി നിറച്ചത്, ചിക്കൻ നിറച്ചത്, പുതിയാപ്ല കോഴി എന്നൊക്കെ പറയും. പിന്നെ ഇത് നമ്മുടെ കൽത്തപ്പം മധുരമൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് മധുരമൊന്നും ചേർക്കാതെ പ്രോൺസ് മാംഗോ കറിയുടെ കൂടെ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് കൽത്തപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് പച്ചമാങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു മൈൽഡ് പുളിപ്പോട് കൂടിയിട്ട് ഒരു ചെറിയ സ്വീറ്റ്നെസ്സോട് കൂടിയിട്ടുള്ള പ്രോൺസ് മാംഗോ കറി. അപ്പോൾ പ്രോൺസ് മാംഗോ കറിയുടെ കൂടെ ഈ കൽത്തപ്പം എന്ന് പറയുന്നത് അടിപൊളി കോമ്പിനേഷനായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പ്രോൺസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആ ഗ്രേവി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ ഇത് തന്നെ അങ്ങ് ആസ്വദിച്ച് കഴിച്ചു പോയി. കാര്യം എന്താ വെച്ചാൽ അതിനുശേഷം ഞാൻ ആ ചിക്കൻ നിറച്ച് പൊരിച്ചതൊക്കെ ഞാൻ കഴിച്ചു. അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കഴിച്ച് ആസ്വദിക്കുന്നതിനിടയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഗീ റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതൊരു സ്പെഷ്യൽ പുഡിങ്ങാണ്. പുഡിങ്ങിൻ്റെ പേര് ഞാൻ ചോദിച്ചായിരുന്നു, എനിക്ക് പിന്നെ ആ പേരങ്ങ് വിട്ടുപോയി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ക്രീമി ആൻഡ് യമ്മി ആയിട്ടുള്ള നല്ല അടിപൊളി പുഡിംഗ് ആയിരുന്നു ഡെസേർട്ടായിട്ട്. പിന്നെ അതും കഴിച്ചു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ പരിപാടികളെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഇവരുടെ ഇത്താക്ക് ബാക്കിൽ വെജിറ്റബിൾ ഗാർഡനുണ്ട്, ഫ്രണ്ടിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഗാർഡൻ്റെ കുറച്ച് ഭാഗവും കൂടി ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ബൊഗെയിൻ വില്ലയുടെ വലിയൊരു
കളക്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു റെസ്റ്റിംഗ് ഏരിയ പോലെ, എന്താ പറയുക, ടേബിളും ചെയറും ഒക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബൊഗെയിൻവില്ല ആർച്ച് പോലെ ഒരു ബൊഗെയിൻവില്ല ഫെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് അങ്ങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഞാൻ വേറൊരു ദിവസം പകൽ ഇവിടെ വരുമ്പോഴത്തേനും അതൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ ഫ്രൈഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് ടീ ആൻഡ് സ്നാക്ക്, ഡിന്നർ എല്ലാം എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ നമ്മളിപ്പോൾ ചായ കുടി പരിപാടി എന്ന് പറയുന്നത് വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ. അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ കൂടെ ഉള്ളപ്പം മാത്രമേ ചായ കുടി പരിപാടി ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, കുറേ അതുകൊണ്ട് തന്നെ പകലിപ്പോൾ വീക്ക് ഡേയ്സിൽ കോഫി ചായ അങ്ങനെ കുടിക്കലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ പുറത്ത് പോയി എൻജോയ് ചെയ്ത് ചായയും സ്നാക്സും ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നേരം മുറ്റത്തൂടെയൊക്കെ നടന്ന് എൻജോയ് ചെയ്ത് നമ്മൾ ആസ്വദിച്ച് കുറേ നേരം മുറ്റത്തൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കൂടിയിരുന്നതിന് ശേഷമാണ് നമ്മൾ പിരിഞ്ഞത്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.